വസ്ത്രങ്ങളുടെ വർണ്ണവസന്തവുമായി സീമ സിൽക്സ്. സീമാസിന്റെ അതിവിശാലമായ ഷോറൂമിൽ ഇപ്പോഴിതാ മെഗാ സൂപ്പർ സെയിൽ. വിഷു ഈസ്റ്റർ പ്രമാണിച്ച് പുതുപുത്തൻ കളക്ഷൻസുമായി സീമാസിന്റെ മെഗാ സൂപ്പർ സെയിൽ. ജെന്റ്സ്, ലേഡീസ്, കിഡ്സ് ആൻഡ് ന്യൂ ബോർൺ ബേബീസിന്റെ വെറൈറ്റി കളക്ഷൻസ്. 500 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും 10% ഡിസ്കൗണ്ടും ഒപ്പം കൈനിറയ സമ്മാനങ്ങളും. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ. ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം. പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ. പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം. രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാട്ടുകൊമ്പൻ പടയപ്പയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് മൂന്നാർ ഗ്രാംസ്ലാൻഡ് ന്യൂ ഡിവിഷൻ സ്വദേശി കറുപ്പസ്വാമി. മൂന്നാറിൽ വീണ്ടും വാഹനത്തിൽ യുവാക്കളുടെ സാഹസിക യാത്രയും വീഡിയോ ചിത്രീകരണവും. വട്ടവട പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 58, 59 ബ്ലോക്കുകളിലെ ഗ്രാൻഡീസ് മരങ്ങൾ മുറിച്ചു നീക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യവുമായി കർഷകർ രംഗത്ത്. വിശദമായ വാർത്തകളിലേക്ക്. കാട്ടുകൊമ്പൻ പടയപ്പയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് മൂന്നാർ ഗ്രാംസ്ലാൻഡ് ന്യൂ ഡിവിഷൻ സ്വദേശി കറുപ്പസ്വാമി. രാത്രി മൂന്നാറിൽ നിന്നും ഓട്ടോറിക്ഷ തൊഴിലാളിയായ കറുപ്പസ്വാമി ഓട്ടം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ആനയുടെ മുമ്പിൽപ്പെട്ടത്. പടയപ്പ ഓട്ടോറിക്ഷ സഹിതം തള്ളി താഴ്ചയിലേക്ക് ഇട്ടതായും തള്ളിയിട്ട വാഹനത്തിൽ നിന്നും തെറിച്ചു വീണ താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും കറുപ്പസ്വാമി പറഞ്ഞു. മൂന്നാർ ഗ്ലാംസാൻഡ് ന്യൂ ഡിവിഷൻ സ്വദേശിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ കറുപ്പുസ്വാമിക്ക് ഇനിയും ശ്വാസം നേരെ വീണിട്ടില്ല. രാത്രി 8:30 കാട്ടുകൊമ്പൻ പടയപ്പയുടെ മുമ്പിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട കാര്യമോർത്താൽ കറുപ്പുസ്വാമിക്ക് ഇപ്പോഴും ചങ്കിടിപ്പേറും. രാത്രി മൂന്നാറിൽ നിന്നും ഓട്ടം അവസാനിപ്പിച്ച വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് കറുപ്പുസ്വാമി ആനയുടെ മുമ്പിൽപ്പെട്ടത്. റോഡിലെ കൊടുംവളവ് ഭാഗത്തായിരുന്നു ആന നിലയുറപ്പിച്ചിരുന്നത്. തൊട്ടു മുമ്പിലെത്തിയപ്പോൾ മാത്രമേ കറുപ്പുസ്വാമിക്ക് ആനയെ കാണാൻ കഴിഞ്ഞുള്ളൂ. രക്ഷപ്പെടാനുള്ള ചിന്തയെത്തും മുമ്പേ പടയപ്പ ഓട്ടോറിക്ഷ സഹിതം തള്ളി താഴ്ചയിലേക്കിട്ടതായും തള്ളിയിട്ട വാഹനത്തിൽ നിന്നും തെറിച്ചു വീണ താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും കറുപ്പുസ്വാമി പറഞ്ഞു. രാത്രി ഒരു 8:30 മണിക്ക് வீட்டுக்கு போகும்போது ஓட்டம் முடிஞ்சு வீட்டுக்கு போகும்போது படையப்பாங்கிற யானை எங்கள் வீட்டுக்கு முன்னாடி வந்துருச்சு வளவில். என்னை கொண்டு ஒன்றும் செய்ய முடியல. திருப்பி நான் தேலைக்குள்ளே போகிறதுக்குள்ளே வண்டியை தூக்கி தேலைக்குள்ளே தள்ளிடுச்சு என்னோட சேர்த்து. எனக்கும் அடிபட்டுருக்கு, கையில் அடிபட்டுருக்கு, இடுப்பில் அடிபட்டுருக்கு, முட்டுக்காலில் அடிபட்டுருக்கு. இப்போதைக்கு கம்பெனி ஆஸ்பத்திரியில் ட்ரீட்மெண்ட் എടുത്തിருக்கேன். ലയങ്ങൾക്കരികിലേക്ക് എത്തിയ പടയപ്പയെ ആളുകൾ തുരത്തി ഓടിച്ചിരുന്നു. ഈ ഭാഗത്തു നിന്നും പിൻവാങ്ങും വഴിയാണ് പടയപ്പയുടെ മുമ്പിൽ കറുപ്പുസ്വാമി അകപ്പെട്ടത്. ആക്രമണത്തിൽ കറുപ്പുസ്വാമിക്ക് ചെറിയ പരിക്കുകൾ സംഭവിച്ചു. പ്രദേശത്ത് കാട്ടാനശല്യം അതിരൂക്ഷമാണെന്ന് പ്രദേശവാസികളും പറഞ്ഞു. 8:30 இங்க வந்துருச்சு யானை. ஒரு செகண்ட் இவன் இங்க வந்திருக்கா, யானை இப்படி நின்றுருக்கு, வாய் தரிச்சல்லையா இப்படி வந்திருக்கா. அந்த யானை இங்க நின்றுருக்கு. இங்கடா திரும்பம்னா பின்னால கூடி இப்படி நின்று பின்னால கூடி தூக்கி அங்க போட்டு விட்டுருச்சு. என்ன சொல்றீங்க நீங்களா? தினம் உயிருக்கு பயந்துகிட்டே இருக்க முடியுமா? எங்க வீடு அந்த தொங்கல் வீடு. டெய்லி அடிக்கடி அந்த வீட்டுக்கு வந்துருது. രാപ്പകൽ വ്യത്യാസമില്ലാതെ ആളുകൾ കാട്ടാന പേടിയിലാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞുകൂടുന്നത്. കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്നും തുരത്തണമെന്ന ആവശ്യം തൊഴിലാളി കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. സിറ്റി വിഷൻ മൂന്നാർ. മൂന്നാറിൽ വീണ്ടും വാഹനത്തിൽ യുവാക്കളുടെ സാഹസിക യാത്രയും വീഡിയോ ചിത്രീകരണവും. ഗ്യാപ് റോഡിലാണ് കേരള രജിസ്ട്രേഷൻ വാഹനത്തിൽ യുവാക്കൾ നിയമലംഘനം നടത്തിയത്. ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന മറ്റു വാഹനയാത്രികരാണ് യുവാക്കളുടെ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് മൂന്നാറിൽ നിന്ന് വീണ്ടും സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. മൂന്നാർ ഗ്യാപ് റോഡിൽ ലോക്ഹാർട്ട് ഭാഗത്ത് വെച്ചാണ് യുവാക്കൾ സാഹസിക യാത്രയ്ക്ക് മുതിർന്നത്. കാറിന്റെ ഡോറിൽ കയറിയിരുന്നായിരുന്നു യുവാക്കളുടെ അഭ്യാസ പ്രകടനം. ഒപ്പം ഇവർ ഇതിന്റെ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു. കേരള രജിസ്ട്രേഷൻ വാഹനത്തിലായിരുന്നു യുവാക്കളുടെ അഭ്യാസ പ്രകടനം. ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന മറ്റു വാഹനയാത്രികരാണ് യുവാക്കളുടെ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയത്. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങിയിട്ടുണ്ട്. നാളുകൾക്ക് മുമ്പ് വരെ ഗ്യാപ് റോഡിൽ വാഹനത്തിലുള്ള സാഹസിക യാത്ര ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. സമാന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടിയും പരിശോധനയും കടുപ്പിച്ചു. നിയമലംഘകർക്കെതിരെ നിയമ നടപടികളിലേക്ക് കടന്നിരുന്നു. ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഇതിനുശേഷം സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണം കുറഞ്ഞിരുന്നു. സിറ്റി വിഷൻ മൂന്നാർ. വട്ടവട പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 58, 59 ബ്ലോക്കുകളിലെ ഗ്രാൻഡീസ് മരങ്ങൾ മുറിച്ചു നീക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യവുമായി കർഷകർ രംഗത്ത്. പട്ടയഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളാണിതെന്നും നിലവിൽ ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കുന്നതിൽ നിയമ തടസ്സങ്ങൾ നിലനിൽക്കുന്നുവെന്നുമാണ് കർഷകരുടെ പരാതി. ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കപ്പെട്ടാൽ ഈ ഭാഗത്തേക്ക് കൂടി കൃഷി വ്യാപിപ്പിക്കാമെന്നും കർഷകർ പറയുന്നു.
ശീതകാല പച്ചക്കറികളുടെ വിളനിലമാണ് വട്ടവട. എന്നാൽ പഞ്ചായത്ത് പരിധിയിലെ ഗ്രാൻഡീസ് മരങ്ങളുടെ വ്യാപനം കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 58-59 ബ്ലോക്കുകളിലെ ഗ്രാൻഡീസ് മരങ്ങൾ മുറിച്ചു നീക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യമായിട്ടാണ് ഇപ്പോൾ കർഷകർ രംഗത്തെത്തിയിട്ടുള്ളത്. പട്ടയഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളാണിതെന്നും നിലവിൽ ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കുന്നതിൽ നിയമതടസ്സങ്ങൾ നിലനിൽക്കുന്നുവെന്നുമാണ് കർഷകരുടെ പരാതി. ഇവിടെ നിന്നും മരങ്ങൾ മുറിച്ചു നീക്കപ്പെട്ടാൽ ഈ ഭാഗത്തേക്ക് കൂടി പച്ചക്കറി കൃഷി വ്യാപിക്കാമെന്നും കർഷകർ പറയുന്നു. പഞ്ചായത്തിൽ പ്രത്യേകിച്ച് 58-59 ബ്ലോക്കില് ഗ്രാൻഡീസ് മരങ്ങളുണ്ട്. അത് സ്വന്തം പട്ടയ സ്ഥലങ്ങളാണ്. അത് ഏതെങ്കിലും മുറിക്കാൻ ഏതെങ്കിലും ഗവൺമെൻറ് ഒരു അനുവാദം വേണം. അത് ഇപ്പോൾ ഗവൺമെൻറ് തടഞ്ഞു വച്ചിരിക്കുകയാണ്. അതും മുറിച്ചാൽ അതിലും ചേർത്ത് ഞങ്ങൾ പച്ചക്കറി കൃഷി ചെയ്തിട്ട് എല്ലാവർക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ഈ 12 മാസവും പച്ചക്കറി കൊടുക്കാം. വട്ടവട മേഖലയിൽ വ്യാപിച്ചു കിടക്കുന്ന ഗ്രാൻഡീസ് മരങ്ങൾ പൂർണ്ണമായി മുറിച്ചു നീക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഗ്രാൻഡീസ് മരങ്ങളുടെ വേരുകൾ ഭൂഗർഭജലം ഊറ്റിയെടുക്കുന്നത് പ്രതിസന്ധിയാക്കുന്നുവെന്നും കർഷകർ പറയുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. UDF രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. രാജാക്കാട് ടൗണിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം AICC അംഗം EM ആഗസ്തി ഉദ്ഘാടനം ചെയ്തു. ഐക്യജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരെയും രാജാക്കാട് പഞ്ചായത്തിലെ ദുർഭരണത്തിനും വികസന മുരടിപ്പിനുമെതിരെ UDF രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം രാജാക്കാട് ടൗണിൽ നടത്തി. വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് ആരംഭിച്ച സമരം AICC മെമ്പർ അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം നിർവഹിച്ചു. എന്നൊരു സയാനത്തിൽ ആരംഭിച്ച പിന്നെ പ്രഭാതം മുതൽ ഒരു രാത്രി മുഴുവൻ പൊതുവേദിയിൽ എല്ലാവരും ഒത്തുകൂടി ഒരു ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന അപൂർവമായൊരു സമര രീതിയാണ്. ഇപ്രകാരം ഒരു സമരരീതി സ്വീകരിക്കാൻ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി പ്രേരിപ്പിച്ച സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്ന പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ്. കേരള കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോജി ഇടപ്പള്ളിക്കുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി. ശനിയാഴ്ച രാവിലെ 9:30 വരെയാണ് സമരം നടന്നത്. UDF മണ്ഡലം ചെയർമാൻ സിബി കൊച്ചുവെള്ളാട്ട് അധ്യക്ഷത വഹിച്ചു. കൺവീനർ ജോഷി കന്യാകുഴി സ്വാഗതം ആശംസിച്ചു. KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, UDF നേതാക്കളായ ജമാൽ ഇടശ്ശേരിക്കുടി, ജോസ് ചിറ്റടി, KS ശിവൻ, MB ജോസ്, NJ ചാക്കോ, KM സുധീർ, ബെന്നി പാലക്കാട്ട്, ലിജോ മുണ്ടപ്ലാക്കൽ, ബിജു കൂട്ടുപുഴ, PS സുനിൽകുമാർ, സാജു പഴപ്ലാക്കൽ, KP ഗോപിദാസ്, ഷാജി അമ്പാട്ട്, ബാബു കൊച്ചുപുര, കിങ്ങിണി രാജേന്ദ്രൻ, സിനി മൂലങ്കുഴി, OS ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. സമാപന സമ്മേളനം DCC വൈസ് പ്രസിഡന്റ് KS അരുൺ ഉദ്ഘാടനം ചെയ്തു. നിരവധി UDF പ്രവർത്തകർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. UDF രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. രാജകുമാരി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ നടന്ന രാപ്പകൽ സമരം KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ സർക്കാരിന്റെ അഴിമതി, പഞ്ചായത്ത് ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ, ഭൂവിഷയങ്ങൾ, ജപ്തി നടപടികൾ എന്നിവയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനമൊട്ടാകെ UDFന്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തിവരികയാണ്. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തിലും UDF രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഇന്ന് രാവിലെ മുതലാണ് രാജകുമാരിയിൽ രാപ്പകൽ സമരം ആരംഭിച്ചത്. UDF നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടാകെ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി രാജകുമാരി പഞ്ചായത്തിന് മുന്നിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു. ഈ രണ്ടിന് ഇപ്പുറത്ത് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ ചെക്ക് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ചെക്കുമായിട്ട് അദ്ദേഹം പോകുമ്പോൾ 2000 ചെക്ക് ഒന്നുകിൽ 2 ലക്ഷത്തിന്റെ ചെക്കാകും, അല്ലെങ്കിൽ 12,000 ചെക്കാകും, അല്ലെങ്കിൽ 22,000 ചെക്കാകും. അങ്ങനെ 2 കൊല്ലം കൊണ്ട് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ അടിച്ചു മാറ്റിയത് 8.5 ലക്ഷം രൂപയാണ്. ജോസ് കണ്ടത്തിങ്കര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DCC അംഗം ഷാജി കൊച്ചുകരോട്ട, മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ട, രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് PR സദാശിവൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബോസ് P മാത്യു, ജോർജ് അരിപ്ലാക്കൽ, ഷിൻഡോ പാറയിൽ, എൽദോസ് മങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി. സേനാപതി പഞ്ചായത്തിലെ മാങ്ങാത്തൊട്ടിയിൽ ഇന്നലെ നടന്ന രാപ്പകൽ സമരം ഏകകക്ഷി സമരമാണെന്ന കേരള കോൺഗ്രസ് ഭാരവാഹികളുടെ ആരോപണം
അടിസ്ഥാനരഹിതമെന്ന് കോൺഗ്രസ് സേനാപതി മണ്ഡലം ഭാരവാഹികൾ. സേനാപതി പഞ്ചായത്തിലെ മാങ്ങാത്തൊട്ടിയിൽ ഇന്നലെ നടന്ന രാപ്പകൽ സമരം ഏകകക്ഷി സമരമാണെന്ന കേരള കോൺഗ്രസ് ഭാരവാഹികളുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന കോൺഗ്രസ് സേനാപതി മണ്ഡലം ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനമൊട്ടാകെ UDFന്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തുമ്പോൾ സേനാപതി പഞ്ചായത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം മാത്രമായി സമരം നടത്തിയെന്നാണ് കേരള കോൺഗ്രസ് ഭാരവാഹികൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഇതിന് മറുപടിയായിട്ടാണ് കോൺഗ്രസ് ഭാരവാഹികൾ രംഗത്തെത്തിയത്. അദ്ദേഹം പറഞ്ഞത് UDF നടത്തിവരുന്ന മീറ്റിങ്ങിൽ സേനാപതിയിൽ UDFനെ ഉൾപ്പെടുത്തുന്നില്ല, അത് കോൺഗ്രസ് പാർട്ടിയുടെ ഏകപക്ഷീയമായ തീരുമാനമാണ് എന്നാണ് അദ്ദേഹം വിമർശിച്ചത്. ഞങ്ങൾ ഏകപക്ഷീയമായിട്ടല്ല പ്രോഗ്രാം വന്നുകൊണ്ടിരുന്നത്. കേരള കോൺഗ്രസിനെ ഉൾപ്പെടുത്തി UDF സംവിധാനത്തിലാണ് ഞങ്ങൾ ഇതിനു മുമ്പും പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ സേനാപതി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് നടത്തിയത് UDF സംവിധാനത്തിലൂടെയാണ്. ആ സംവിധാനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചത്. സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കാനോ അതിന് പിന്താങ്ങാനോ പോലും ആളില്ലാത്ത ഒരു സാഹചര്യം കേരള കോൺഗ്രസിന് നിലവിലുള്ളത്. അതിനും കോൺഗ്രസിൻ്റെ അംഗങ്ങളെ കണ്ടുപിടിച്ച് അവർ മുഖേനമാണ് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ട പേപ്പർ ഫാം വരെ നീക്കുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങളും കോൺഗ്രസിൻ്റെ ആളുകൾ മാത്രമാണ് അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ളത്. പക്ഷെ അതുപോലെ സഹകരിപ്പിച്ച് ഒന്നിച്ച് മുന്നോട്ട് പോയ അദ്ദേഹമാണ് കോൺഗ്രസിനെ കുതുകാല് വെട്ടിക്കൊണ്ട് ഇങ്ങനത്തെ ഒരു അട്ടിമറി ശ്രമം നടത്തിയത്. സേനാപതി സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിലരുടെ ഒത്താശയോടെ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്ത UDF സംവിധാനവും DCC പ്രസിഡന്റിന്റെ കത്തും അവഗണിച്ചതിനെ തുടർന്നാണ് സേനാപതിയിലെ UDF സംവിധാനം തകരാറിലായതെന്നും കോൺഗ്രസിൽ ഗ്രൂപ്പിസം ഉണ്ടെന്ന് പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ഇവർ അറിയിച്ചു. ഇപ്പോഴുള്ള മണ്ഡലം പ്രസിഡന്റിന്റെ കാലത്ത് ഗ്രൂപ്പിസം ഇല്ലാത്ത കോൺഗ്രസ് പ്രവർത്തകർ ഒരുമയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. നെടുങ്കണ്ടം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന രാപ്പകൽ സമര മീറ്റിംഗിൽ കോൺഗ്രസ് പാർട്ടി ഒറ്റയ്ക്ക് സമരം ചെയ്യുന്ന കാര്യം ചർച്ച ചെയ്തിരുന്നുവെന്നും UDFന്റെ നിയോജക മണ്ഡലം ചെയർമാന്റെ അധ്യക്ഷതയിലാണ് യോഗ തീരുമാനമെടുത്തതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ബാങ്കിൽ നോമിനേഷൻ നൽകിയപ്പോൾ പിന്താങ്ങാൻ പോലും അണികൾ ഇല്ലാത്തതിനാൽ കോൺഗ്രസ് അംഗങ്ങളാണ് പിന്താങ്ങിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇക്കാര്യം മേൽഘടകത്തിൽ അറിയിച്ചിട്ടുണ്ടെന്നും ഇനിയൊരു തീരുമാനമുണ്ടാകുന്നതുവരെ സേനാപതിയിൽ UDF സംവിധാനം ഉണ്ടായിരിക്കില്ലെന്നും മണ്ഡലം പ്രസിഡന്റ് ബെന്നി കുര്യൻ, ബ്ലോക്ക് സെക്രട്ടറിമാരായ ബെന്നി ഇല്ലിമുട്ടിൽ, ജോസ് പുതുപ്പള്ളി, ബിജു രമേശ്, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ നോബർട്ട് ജോസഫ്, CP സെബാസ്റ്റ്യൻ എന്നിവർ അറിയിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526 8606820526. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം.
സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾക്കിനി ആശങ്ക വേണ്ട. മികച്ച പഠനത്തിന് മോൺഫോർട്ട് വാലി സ്കൂൾ മുരിക്കുംതൊട്ടി. സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ബ്രദർ അമൽ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള മികച്ച അധ്യാപകരുടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുമുള്ള വിദ്യാഭ്യാസ രീതി. CBSE വിദ്യാഭ്യാസം. എല്ലാ ക്ലാസുകളിലും ഡിജിറ്റൽ സ്മാർട്ട് ബോർഡ് സൗകര്യം, സുരക്ഷിതമായ വാഹന സൗകര്യം, വിവിധ പഠന മേഖലയിലുള്ള ലാബുകൾ, AI സൗകര്യത്തോടെയുള്ള വിശാലമായ കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി, CCTV മോണിറ്ററിംഗ് ക്യാമ്പസ്, കലാകായിക രംഗങ്ങളിലും മറ്റ് പാഠ്യേതര വിഷയങ്ങളിലുമുള്ള പരിശീലനം, അബാക്കസ് പരിശീലനം, കിൻഡർ ഗാർഡൻ കുട്ടികൾക്കുള്ള പ്രത്യേക ആക്ടിവിറ്റി പ്രവർത്തനങ്ങളും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും, കൂടാതെ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ കെയറിംഗ്. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ബൗദ്ധികവും മാനസികവുമായ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ഇവിടെയുണ്ട്. ഭാവിയിലേക്ക് മികച്ച പൗരന്മാരെ വാർത്തെടുക്കുകയാണ് ഈ സ്കൂൾ. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നത് വഴി അവരുടെ ശോഭനമായ ഭാവിയാണ് നിങ്ങൾ ഉറപ്പാക്കുന്നത്. അഡ്മിഷൻ സ്റ്റാർട്ടഡ്. മോൺഫോർട്ട് വാലി സ്കൂൾ മുരിക്കുംതൊട്ടി. രജിസ്ട്രേഷൻ ഫോർ ദ അക്കാഡമിക് ഇയർ 2025-26. Classes pre-KG to 9th and +1. For more enquiries, contact the landline 04868 247 421. Mobile 9446 966 421. വീണ്ടും വാർത്തയിലേക്ക്. UDF ഉപ്പുതറ മണ്ഡലം കമ്മിറ്റി രാപ്പകൽ സമരം നടത്തി. DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ ഉദ്ഘാടനം ചെയ്തു. സാബു വേങ്ങവേലി അധ്യക്ഷനായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നിർജീവമാക്കി പ്രാദേശിക വികസനം അട്ടിമറിക്കുന്ന പിണറായി സർക്കാരിന്റെ നടപടികൾക്കെതിരെ UDF സംഘടിപ്പിച്ചിരിക്കുന്ന രാപ്പകൽ സമരത്തിന്റെ ഭാഗമായാണ് ഉപ്പുതറയിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത്. അവർ നല്ല ചെരുപ്പ് ധരിക്കുന്നു. അതിനെല്ലാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ പറഞ്ഞുണ്ടാക്കുന്നത് ദുർബല ജനവിഭാഗങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടാണ്. ഈ സമ്പന്ന വിഭാഗം അങ്ങനെയൊക്കെ ആകുന്നത്. നിങ്ങളും അങ്ങനെയാകണം. നിങ്ങളുടെ മക്കൾക്കും സുഖമായി കഴിക്കണം. നിങ്ങളുടെ ഭാര്യമാർക്കും നല്ല സാരി വസ്ത്രം ധരിക്കണം. നിങ്ങൾക്കും നല്ല വാഹനത്തെ സഞ്ചരിക്കണം. അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ, ഷാൽ വെട്ടിക്കോട്ടിൽ, G മുരുകയ്യ, ഫ്രാൻസിസ് അറയ്ക്കപ്പറമ്പിൽ, ജോർജ് ജോസഫ്, VK കുഞ്ഞുമോൻ, PM വർക്കി, P നിക്സൺ, PT തോമസ്, CJ ജോണി, സിനി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. വഖഫ് ഭേദഗതി നിയമം പാസാക്കിയ കേന്ദ്ര സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് BJP പ്രവർത്തകർ അടിമാലിയിൽ പ്രകടനം നടത്തി. BJP അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. വഖഫ് ഭേദഗതി നിയമത്തെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP എതിർത്തുവെന്നാരോപിച്ച് BJP പ്രവർത്തകർ MPയുടെ കോലം കത്തിച്ചു. വഖഫ് ഭേദഗതി നിയമം പാസാക്കിയ കേന്ദ്ര സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് BJP പ്രവർത്തകർ വിവിധയിടങ്ങളിൽ നടത്തിയ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു അടിമാലിയിലും ഐക്യദാർഢ്യ പ്രകടനം നടന്നത്. BJP അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം നടന്നത്. ഒരു സമരം നടക്കുകയാണ്. പാവപ്പെട്ട മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഭൂമിക്ക് കരം പോലും അടയ്ക്കുവാൻ കഴിയാതെ വഖഫ് ഭൂമിയാണെന്നുള്ള നോട്ടീസ് കിട്ടിയതിനു ശേഷമുള്ള സമരങ്ങൾ നടന്നു വരികയാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ ഏതാണ്ട് എല്ലാവർക്കും ഗുണകരമാകുന്ന പട്ടികവർഗത്തിനടക്കമുള്ള ഗുണകരമാകുന്ന ഒരു ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് വഖഫ് നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമത്തെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP എതിർത്തുവെന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ MPയുടെ കോലം കത്തിച്ചു. പ്രകടനത്തിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറി VN സുരേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ VK ഓമനക്കുട്ടൻ, അഡ്വക്കേറ്റ് രാജീവ് പ്ലാമൂട്ടിൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് മഹേഷ് പൗലോസ്, CN മധുസൂദനൻ, KJ ജോൺസൺ, ഡോക്ടർ ജോയി കോയിക്കക്കുടി, കതിരേശൻ, BDJS ജില്ലാ സെക്രട്ടറി സന്തോഷ് തോപ്പിൽ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. എഴുകുംവയൽ കുരിശുമലയിൽ മലകയറ്റം തുടരുന്നു. ഇടുക്കി രൂപത തീർത്ഥാടന കേന്ദ്രവും കിഴക്കിന്റെ കാൽവരി എന്നറിയപ്പെടുന്നതുമായ എഴുകുംവയൽ കുരിശുമലയിൽ നോമ്പുകാല തീർത്ഥാടനത്തിന് എത്തുന്ന തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്.
ഇടുക്കി രൂപത തീർത്ഥാടന കേന്ദ്രവും കിഴക്കിന്റെ കാൽവരി എന്നറിയപ്പെടുന്നതുമായ എഴുകുംവയൽ കുരിശുമലയിൽ നോമ്പുകാല തീർത്ഥാടനത്തിന് എത്തുന്ന തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൂടാതെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള നൂറുകണക്കിന് വിശ്വാസികൾ കുരിശുമല കയറാൻ എത്തുന്നുണ്ട്. വലിയ നോമ്പിലെ 5ാമത്തെ വെള്ളിയാഴ്ചയായ ഇന്ന് നേരം പുലരുന്നതിനു മുൻപേ ആരംഭിച്ച കുരിശുമല കയറ്റം വൈകിയും തുടരുകയാണ്. വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇടവക വൈദികരുടെ നേതൃത്വത്തിൽ കുരിശുമലയിലേക്ക് വിശ്വാസികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ നോമ്പ് 5ാമത്തെ വെള്ളിയാഴ്ചയായ ഇന്ന് രാവിലെ 9:30 മലയടിവാരത്തുള്ള ടൗൺ കപ്പേളയിൽ നിന്നും കുരിശിന്റെ വഴി ആരംഭിച്ചപ്പോൾ നൂറുകണക്കിന് വിശ്വാസികളാണ് കുരിശിന്റെ വഴിയിൽ പങ്കുചേർന്നത്. തുടർന്ന് കുരിശുമല ദേവാലയത്തിൽ ദിവ്യബലിയും വചന പ്രഘോഷണവും നേർച്ചക്കഞ്ഞി വിതരണവും നടന്നു. രാവിലെ നടന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജോർജ് തുമ്പനിരപ്പേലും വൈകുന്നേരം നടന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ വിനോദ് കാനാട്ടും കാർമ്മികരായിരുന്നു. ഇടുക്കി രൂപത കാൽനട കുരിശുമല തീർത്ഥാടനം അടുത്ത വെള്ളിയാഴ്ച നടക്കും. 1,00,000-ലധികം വിശ്വാസികൾ 40ാം വെള്ളിയാഴ്ച കുരിശുമല ചവിട്ടും. ദുഃഖ വെള്ളിയാഴ്ച കട്ടപ്പനയിൽ നിന്നും രാവിലെ 6 മണി മുതലും നെടുങ്കണ്ടത്ത് നിന്നും രാവിലെ 7 മണി മുതലും KSRTCയും സ്വകാര്യ ബസ്സുകളും എഴുകുംവയൽ കുരിശുമലയിലേക്ക് സർവീസ് നടത്തുന്നതായിരിക്കും. ഇടുക്കി രൂപതയിലെ 11-12 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 7-ാം തീയതി തിങ്കളാഴ്ച കുരിശുമലയിലേക്ക് കാൽനടയായി തീർത്ഥാടനത്തിനെത്തും. വലിയ നോമ്പുകാലത്ത് രാത്രികാലങ്ങളിലും കുരിശുമല കയറുന്നതിനുള്ള സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. കിഴക്കൻ കാൽവരി കുരിശുമല കയറാൻ ജാതിമതഭേദമന്യേ ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി തീർത്ഥാടന ദേവാലയ ഡയറക്ടർ ഫാദർ തോമസ് വട്ടമല, ഫാദർ ലിബിൻ വള്ളിയാംതടത്തിൽ എന്നിവർ അറിയിച്ചു. കുരിശുമലയിൽ എത്തുന്ന മുഴുവൻ വിശ്വാസികൾക്കും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൂശിത രൂപം, തോമാസ് ലീഹായുടെ വലിയ രൂപം, ഗസ്തമീനിൽ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ രൂപം, സംശയാലുവായ തോമയുടെ ചിത്രം, കേരളത്തിൽ ആദ്യമായി നിർമ്മിച്ച മിസേറിയ രൂപം ഇവയെല്ലാം സന്ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സിറ്റി വിഷൻ, കട്ടപ്പന. സൈനികനായ മകന്റെ പരാതിയിൽ സാമ്പത്തിക തട്ടിപ്പ്. മോഷണക്കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ മാതാവിനെയുമായി പോലീസ് തെളിവെടുപ്പ് ആരംഭിച്ചു. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ പ്രതി പണയപ്പെടുത്തിയ സ്വർണ്ണ ഉരുപ്പടികളാണ് പോലീസ് പിടിച്ചെടുക്കുന്നത്. തങ്കമണി പഴയച്ചിറ ജോസിന്റെ ഭാര്യ ബിൻസി ജോസഫിനെയുമായാണ് തങ്കമണി പോലീസ് ഇൻസ്പെക്ടർ MB ABയുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തിയത്. സൈനികനായ മകൻ അഭിജിത്തിന്റെ പരാതിയിലാണ് തങ്കമണി അച്ചൻകാനം പഴയച്ചിറയിൽ ജോസിന്റെ ഭാര്യ ബിൻസി ജോസഫിനെ സാമ്പത്തിക തട്ടിപ്പും മോഷണക്കുറ്റവും ആരോപിച്ച് തങ്കമണി പോലീസ് കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തത്. റിമാൻഡിലായിരുന്ന പ്രതിയെ ഇന്നലെയാണ് കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. മകൾ മീര, മകന്റെ ഭാര്യ സന്ധ്യ എന്നിവരുടെ 24 പവനോളം സ്വർണം മോഷ്ടിച്ചെന്നും നാട്ടിൽ പലരിൽ നിന്നുമായി ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നുമാണ് ബിൻസിക്കെതിരെ ചുമത്തിയ കുറ്റം. 30 ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേടാണ് നടത്തിയിരിക്കുന്നത്. ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ മൂവാറ്റുപുഴയിൽ ഒളിവിൽ കഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്ത ശേഷമാണ് ഇന്ന് തങ്കമണിയിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ തെളിവെടുപ്പിനൊപ്പം മോഷ്ടിച്ച് പണയം വെച്ച സ്വർണ്ണാഭരണങ്ങൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തത്. ബിൻസിയോടൊപ്പം അറസ്റ്റിലായ കദളിക്കാട് കുറുപ്പംപറമ്പിൽ അംബികയുടെ വീട്ടിലാണ് ബിൻസി ഒളിവിൽ കഴിഞ്ഞത്. ബിൻസിയെ ഒളിവിൽ കഴിയുവാൻ സഹായിച്ചതിനാണ് അംബികയും അറസ്റ്റിലായത്. മുൻപ് സമാനമായ സാമ്പത്തിക ക്രമക്കേടുകളിൽപ്പെട്ട് ഒളിവിൽ പോയ ബിൻസി തമിഴ്നാട്ടിലെ ഒളിവ് കേന്ദ്രത്തിൽ വെച്ചാണ് അംബികയെ പരിചയപ്പെട്ടത്. അംബികയ്ക്കും സാമ്പത്തിക ക്രമക്കേടുകളിൽ പങ്കുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മരുമകൾ സന്ധ്യയുടെ ആഭരണങ്ങളാണ് കണ്ടെടുത്തത്. ധനചക്ര, കാച്ചപ്പള്ളി ഫൈനാൻസ്, നെറ്റ്സ്റ്റാർ, കേരള ബാങ്ക്, തങ്കമണി ബ്രാഞ്ച് തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പ് പൂർത്തിയായ ശേഷമേ ഈ പണം ആഭിചാരക്രിയകൾക്കായി ഉപയോഗിച്ചോ എന്ന് അന്വേഷിക്കുകയുള്ളൂ എന്ന് തങ്കമണി പോലീസ് ഇൻസ്പെക്ടർ MB AB പറഞ്ഞു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിൽ, ജിതിൻ എബ്രഹാം, വനിതാ CPOമാരായ ആതിര തോമസ്, രേഖ, ആഷ എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. സിറ്റി വിഷൻ, കട്ടപ്പന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടുകൊമ്പൻ പടയപ്പയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് മൂന്നാർ ഗ്രാംസ്ലാൻഡ് ന്യൂ ഡിവിഷൻ സ്വദേശി കറുപ്പസ്വാമി.
മൂന്നാറിൽ വീണ്ടും വാഹനത്തിൽ യുവാക്കളുടെ സാഹസിക യാത്രയും വീഡിയോ ചിത്രീകരണവും. വട്ടവട പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 58, 59 ബ്ലോക്കുകളിലെ ഗ്രാൻഡീസ് മരങ്ങൾ മുറിച്ചു നീക്കാൻ അനുമതി നൽകണമെന്ന ആവശ്യവുമായി കർഷകർ രംഗത്ത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. കട്ടപ്പനയിൽ വസ്ത്രങ്ങളുടെ വർണ്ണവസന്തവുമായി സീമ സിൽക്സ്. സീമാസിന്റെ അതിവിശാലമായ ഷോറൂമിൽ ഇപ്പോഴിതാ മെഗാ സൂപ്പർ സെയിൽ. വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് പുതുപുത്തൻ കളക്ഷൻസുമായി സീമാസിന്റെ മെഗാ സൂപ്പർ സെയിൽ. ജെന്റ്സ്, ലേഡീസ്, കിഡ്സ് ആൻഡ് ന്യൂ ബോൺ ബേബീസിന്റെ വെറൈറ്റി കളക്ഷൻസ്. 500 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും 10% ഡിസ്കൗണ്ടും ഒപ്പം കൈനിറയ സമ്മാനങ്ങളും. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ. ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം. പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ. പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം. രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പോയി, ഇവനാണില്ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.